നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തൃശൂരിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. ശക്തനിൽ സ്റ്റാൻഡ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം, കോഴിക്കോട് സ്വകാര്യ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. നേരത്തെ 25 രൂപയുണ്ടായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയായി ഉയർത്തിയതിനെ തുടർന്നാണ് പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്കിനെ തുടർന്ന് വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു. തൃശൂർ കൂർക്കഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ യുവാവ് MDMAയുമായി പിടിയിൽ. വെങ്ങിനിശ്ശേരി സ്വദേശി ശരത്താണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും 2.820 ഗ്രാം MDMA കണ്ടെടുത്തു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ ജനകീയ പ്രതിഷേധം നടത്തി. CPI സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യകമ്മി സംസ്ഥാനമായ കേരളത്തിൽ ഓണം പോലെയുള്ള വിശേഷാവസരത്തിൽ പൊതുവിപണിയിൽ അരിവില കുതിച്ചുയരുന്നത് തടയാൻ മുൻഗണനേതര വിഭാഗങ്ങൾക്കും കഴിയുന്നത്ര അളവിൽ സൗജന്യ നിരക്കിൽ അരി വിതരണം ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര ഭക്ഷ്യവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യം ഉന്നയിച്ച ഭക്ഷ്യമന്ത്രി GR അനിലിന് പക്ഷേ ലഭിച്ച മറുപടി തികച്ചും നിഷേധാത്മകമായിരുന്നു. ഇത് മലയാളികൾ തിരിച്ചറിയുമെന്ന് VS പ്രിൻസ് പറഞ്ഞു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ VK വിനീഷ്, VR സുരേഷ്, TK ഗോപി, കേരള മഹിളാ സംഘം സെക്രട്ടറി രാജി രാജൻ, AIYF മണ്ഡലം സെക്രട്ടറി VN അനീഷ്, AISF ദേശീയ കൗൺസിൽ അംഗം അലൻ പോൾ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. എന്നാലേ പുതിയ സാമ്പത്തിക നയം അനുസരിച്ചുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് അവര് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന ഒരു സർക്കാരായി മാറിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ന്യായവില ഷോപ്പുകളെല്ലാം അവസാനിപ്പിക്കുകയും പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ചാരനിറത്തിലുള്ള എല്ലാ കാർഡുകളുമെല്ലാം മാറ്റിവെച്ച് നീലക്കാർഡായി, അല്ലേ, ചുവപ്പക്കാർഡായി, മഞ്ഞക്കാർഡായി, അങ്ങനെ പലതരത്തിൽ ആളുകളെ തട്ടുതട്ടായി തിരിച്ച് ആളുകളെ പിന്നെ ഈ റേഷൻ എന്ന് പറയുന്ന ന്യായവില എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തി ഒരു പുതിയ സമ്പ്രദായം കേരളത്തിൽ ഉണ്ടാക്കിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ മഹിളാ അസോസിയേഷൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി AG രാധാമണി ഉദ്ഘാടനം ചെയ്തു. സരിത രാജേഷ്, അമ്പിളി സോമൻ, അശ്വതി VB, സുമ ഷാജു, ടെസി ഫ്രാൻസിസ്, അമ്പിളി വേണു എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ഷിജോ ഞെരിഞ്ഞംപിള്ളി, ഡേവിസ് അക്കര, P ഗോപാലകൃഷ്ണൻ, ജോളി, ഷൈൻ പൈപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെതിരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ പോൾ തെക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡെറിൻ അരിമ്പൂർ, ഫാദർ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, സിസ്റ്റർ ടിജി, സിസ്റ്റർ ജിത, സിസ്റ്റർ ജെസി, ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, അൽജോ പുളിക്കൻ, ഷാജു അങ്കമാലി, ജോബി വെണ്ണാട്ടുപറമ്പിൽ, ജയൻ തെക്കുംപുറം, ജോഷി പൊന്തോക്കൻ, ജോബി മധുരക്കറി എന്നിവർ പ്രസംഗിച്ചു. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ പ്രതിഷേധം നടത്തി. വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ, സിസ്റ്റർ മേരി അംബിക, സിസ്റ്റർ റോസ് ബാസ്റ്റ്യൻ, സെക്രട്ടറി സിജു മഞ്ഞളി, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് AF ജോസ്, ഗബ്രിയേൽ ഐനിക്കൽ, കൈകാര്യന്മാരായ മെൽജിൻ വർഗീസ്, സിറിൽ മഞ്ഞളി, ജോയ് ചാലിപ്പാടൻ, CL ബിജു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പന്തം കൊളുത്തി പ്രതിഷേധവും നടത്തി. കൊളത്തുകാവ് മഹാവിഷ്ണുദേവി ക്ഷേത്രത്തിലെ ഇല്ലനിറ നടത്തി.
ക്ഷേത്രം മേൽശാന്തി നടുവത്ത് മന നാരായണ നമ്പൂതിരി, ക്ഷേത്രം കഴകൻ രവി നമ്പീശൻ, ക്ഷേത്രം പ്രസിഡന്റ് വഴുതല നാരായണൻ, സെക്രട്ടറി അരുൺകുമാർ, ആധ്യാത്മിക ആചാര്യൻ കൊളത്തൂർ പുരുഷോത്തമൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ ശുദ്ധജല വിതരണത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ നൽകിയ കുടുംബം ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി. കാരിക്കടവ് ഉന്നതിയിലെ മലയൻ വീട്ടിൽ ശിവന്റെ കുടുംബമാണ് മാസങ്ങളായി ഇരുട്ടിൽ കഴിയുന്നത്. 14 കുടുംബങ്ങളുള്ള ഉന്നതിയിൽ വേനൽക്കാലത്ത് കടുത്ത ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നതിന് പരിഹാരമായി മെഴ്സിക്കോപ്പ് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചു നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി ഉന്നതിയിലുള്ള 2 കിണറുകൾ ആഴം കൂട്ടുകയും മോട്ടോറുകളും ജലസംഭരണിയും സ്ഥാപിക്കുകയും ചെയ്തു. ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായി തൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുകയായിരുന്നുവെന്ന് ശിവന്റെ ഭാര്യ ബിന്ദു പറഞ്ഞു. 1 മാസത്തിനകം കണക്ഷൻ മാറ്റിത്തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഒന്നുമുണ്ടായില്ലെന്ന് ബിന്ദു പറയുന്നു. പോലീസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളത്തിന് വേണ്ടി കറണ്ട് എടുത്തു. 1 മാസത്തിനുള്ളിൽ അവരത് മാറ്റാന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു കൊല്ലത്തോളമായിട്ട് അവർ മാറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളെ ഒരു ബില്ലടച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് 2-3 മാസം ഒരു കൊല്ലത്തോളമായപ്പോൾ പിന്നെ ഒരു ബില്ലടയ്ക്കാണ്ടായി കഴിഞ്ഞപ്പോൾ 52,000 രൂപ ബില്ല് വന്നു. KSEBിക്കാർ ആ മീറ്ററൊക്കെ അഴിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ആനയും പുലിയും എല്ലാ മൃഗങ്ങളും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും ഇല്ല. ഞങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിൽ ഇരുട്ട് തപ്പിയിരിക്കണം. രാത്രിയാകുമ്പോൾ ഇരുട്ടത്ത് മെഴുതിരിയൊക്കെ കത്തിച്ച് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാം. അത്ര ബുദ്ധിമുട്ട് ഞങ്ങളിവിടെ കഴിയുന്നു. വൈദ്യുതി ബിൽ 57,000 രൂപയോളം കുടിശ്ശികയായതിനെ തുടർന്ന് KSEB അധികൃതർ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചതോടെ മാസങ്ങളായി ശിവന്റെ കുടുംബം ഇരുട്ടിലാണ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ശിവൻ പറയുന്നു. തൻ്റെ പേരിലുള്ള ബിൽ കുടിശ്ശിക ഒഴിവാക്കി തരണമെന്നും വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മലയോര പാതയായ വെള്ളിക്കുളങ്ങര പാലപ്പള്ളി റോഡിലെ പത്തരക്കുണ്ട് ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായത് ആശങ്ക പരത്തുന്നു. റോഡരികിലെ ഉയർന്ന ഭാഗത്തു നിന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിഞ്ഞത്. മഴ കനത്തു പെയ്താൽ ഇനിയും ഇവിടെ മണ്ണിടിയുമെന്നാണ് ആശങ്ക. റോഡിന്റെ ഒരു വശത്തുള്ള സ്വകാര്യ ഭൂമിയിൽ നിന്നാണ് മണ്ണിടിഞ്ഞത്. 2 സ്വകാര്യ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന റോഡാണിത്. നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മിക്കാനിരിക്കുന്നതും ഇതുവഴിയാണ്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗം കെട്ടി സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് സ്റ്റേഷനിലെ പോലീസുകാരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി അമരീഷിനെയും 3 കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലൂർ നായരങ്ങാടി നൊച്ചിയിൽ വീട്ടിൽ 26 വയസ്സുള്ള അമരീഷ്, വെണ്ടൂർ സ്വദേശികളായ കാട്ടില വീട്ടിൽ 24 വയസ്സുള്ള നിർമ്മൽ, പാറക്കാ വീട്ടിൽ 24 വയസ്സുള്ള സോവിൻ, കല്ലൂർ അന്തിക്കാട്ടിൽ വീട്ടിൽ 28 വയസ്സുള്ള വിഷ്ണു എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച കല്ലൂർ ഞെള്ളൂർ പാടത്ത് ലഹരി ഉപയോഗിച്ച് പൊതുജനങ്ങൾക്കും മറ്റും ശല്യമുണ്ടാക്കുന്നതായി വിവരം ലഭിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, ബേസിൽ എന്നിവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,140 രൂപയും പവന് 73,120 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.